നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പാർവതി, പാർവതി, നീ ഈ വീട്ടില് മനഃപൂർവ്വം കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ഇറങ്ങിയിരിക്കുവാണോ? അത് അമ്മേ, ഞാൻ അമ്മയോ? നീ ഇനി എന്നെ അങ്ങനെ വിളിക്കരുത്. അമ്മ അവിടെ ഉണ്ടായിരുന്നത് കൊണ്ടാ ഹാളിൽ വെച്ച് ഞാൻ നിന്നോടൊന്നും മിണ്ടാതിരുന്നത്. പക്ഷേ കഴിഞ്ഞതൊക്കെ വീണ്ടും വീണ്ടും മനസ്സിലിങ്ങനെ തികട്ടി വരുമ്പോ എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാ ഞാൻ ഇപ്പൊ നിന്നെ കാണാൻ വന്നത്. നീ എന്തിനാടി ഞങ്ങളെ കുറിച്ച് ഇല്ലാതൊക്കെ വിശാലിന്റെ ചെവി പോയി ഓതി കൊടുക്കുന്നേ? പറയടി. നിന്റെ കൊതിയും നുണയും കാരണമല്ലേ അവൻ ചാടിത്തുള്ളി ഞങ്ങളെ വിസ്തരിക്കാൻ വന്നത്? എന്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഞങ്ങൾ ഇവിടെ ഗൂഢാലോചന നടത്തിയെന്ന് നീ ആരോപിച്ചത്? അതിന് വിശാൽ ഒരുമാതിരി നമ്മളെ കുറ്റവാളികളെ പോലല്ലേ ചോദ്യം ചെയ്തേ? ഇവള് കാരണം. എടാ, അവനെ എങ്ങനെ കുറ്റപ്പെടുത്താനാവും? നമ്മള് ഈ കുടുംബത്തില് അന്തചിത്രം നടത്തുന്നു എന്ന് പറഞ്ഞാൽ അവനെന്നല്ല, കുടുംബ സ്നേഹിയായ ആർക്കും നമ്മളോട് വിരോധം തോന്നും. നീ എന്തിനാടി ഇങ്ങനെ അനാവശ്യങ്ങൾ പറഞ്ഞ് ഇളക്കി വിട്ടത്? പറയാം. നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുന്നത് ജാസ്മിൻ ആരും കാണാതെ ഫോണിൽ പിടിച്ചെടുത്തു. അത് രഹസ്യമായിട്ട് സൂക്ഷിക്കുന്നത് കണ്ടപ്പോ എനിക്കത് വിശാൽ സാറിനോട് പറയണം തോന്നി. ഞാനത് സാറിനോട് പറഞ്ഞു. ജാസ്മിൻ ഇങ്ങനൊരു പ്രവൃത്തി ചെയ്തതുകൊണ്ടാ എനിക്ക് അത് സാറിനെ അറിയിക്കാൻ തോന്നിയത്. ഓ, എന്നിട്ട് എന്തായി? ആ വീഡിയോയിൽ നീ കരുതിയ പോലെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ലല്ല. മഞ്ഞ കണ്ണട വെച്ച് നോക്കിയാൽ എല്ലാം മഞ്ഞയായിട്ടേ തോന്നൂ. ആദ്യം നീ നിന്റെ മനസ്സിലുള്ള ദുഷിപ്പ് മാറ്റണം. എന്നിട്ട് ഞാനും പ്രതാപനും ഈ കുടുംബത്തെ നശിപ്പിക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നവരല്ല എന്ന് നീ മനസ്സിലാക്കണം. അതെ, ഞങ്ങൾക്ക് ഈ കുടുംബത്തോടും ഗായത്രി ചേച്ചിയോടും എത്രമാത്രം സ്നേഹമുണ്ടെന്ന് ആ വീഡിയോ കണ്ടപ്പോ നിനക്ക് ബോധ്യമായി കാണുമല്ലോ. ഗായത്രി ദേവിയെ ഞാൻ എന്റെ കൂടപ്പറപ്പിന്റെ സ്ഥാനത്താ കാണുന്നത്. വിശാലിനെ എന്റെ സ്വന്തം മോനായിട്ടും. അതിനിടയ്ക്ക് കയറി നീ കുറുക്കനാവാൻ നോക്കരുത്. ഇനി ഇതുപോലെ എന്തെങ്കിലും നെറികെട്ട പ്രവൃത്തി ഞങ്ങൾക്കെതിരെ നിന്റെ ഭാഗത്തുനിന്നുണ്ടായാൽ പാർവതി, പ്രഭാവതിയുടെ തനി സ്വരൂപം നീ കാണും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.